അയ്യ അങ്ങനെ പറയണ്ട, അങ്ങനെ കട്ട് കട്ട് കട്ട്. ഹലോ ഗൈസ്, ഹലോ ഗൈസ്. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ 2 വീഡിയോ എടുത്തതിന് ശേഷം എനിക്ക് എൻ്റെ വർത്തമാനം യൂട്യൂബിൽ കണ്ടിട്ട് തന്നെ എനിക്ക് എന്തോ അസഹനീയം ചെയ്തു. സോ ഐ വാസ് നോട്ട് myself anymore in the videos. So അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. സോ വാട്ട് ഈസ് ഇൻ ദ കണ്ടന്റ്? ആസ് യു സീൻ ഇൻ ദിസ് ഡിസ്ക്രിപ്ഷൻ, ഇന്ന് നമ്മളൊരു ക്രിസ്മസ് ഷോപ്പിങ്ങിന് പോവുകയാണ്. നമ്മൾ ഈ പുതിയ വീട്ടിലേക്ക് മാറിയതിന് ശേഷം ഇവിടുത്തെ ഡെക്കോസും കാര്യങ്ങളൊന്നും അങ്ങനെ ഒന്നും അറേഞ്ച് ചെയ്തില്ല. ഇറ്റ്സ് ഓൾമോസ്റ്റ് 2 months now. പക്ഷെ ഒന്നും മര്യാദക്കൊന്നും ചെയ്തിട്ടില്ല. സോ ക്രിസ്മസിന് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഡെക്കോർ ചെയ്യാമെന്ന് വിചാരിച്ചു. So I thought I'll make a video and show to you guys. Come on, let's go. ഈ വെസ്റ്റേൺ കണ്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഹാലവൻ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം മുതൽ ഇവിടുത്തെ തീംസ് മുഴുവൻ ക്രിസ്മസ് തീമായി മാറി. സോ നൈറ്റ് എല്ലാ വീടുകളിലും ലൈറ്റ് ഇട്ടു. അതും പല തരത്തിലുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. ഇവിടുത്തെ സ്ട്രീറ്റ് മുഴുവൻ ലൈറ്റ്സ് ആണ്. ഇവിടെ ഡൗൺ ടൗൺ മുഴുവൻ കളർഫുൾ ആണ്. ഇവിടുത്തെ ഓരോ സ്റ്റോറും എല്ലാം ക്രിസ്മസ് തീമായി. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് എൻഡ് ഓഫ് നവംബർ അല്ലേ. അപ്പോൾ ഞാനിത് മുമ്പ് ചെയ്യണമെന്ന് വിചാരിച്ച കുറേ കാര്യങ്ങളാണ്. ബട്ട് സമയം സന്ദർഭവും ഒത്തു വന്നില്ല. പിന്നെ എന്തായാലും ഒത്തു, ഇന്ന് എന്തായാലും പുറത്തു പോകും, ഈ കാര്യം നടത്താം. കഴിഞ്ഞ 2 യൂട്യൂബ് വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കെന്താ ക്യാമറയുടെ മുന്നിൽ സംസാരിക്കാൻ ഇത്തിരി കുഴപ്പമുണ്ടെന്ന്. യൂഷ്വലായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ കൂടെയും ഇവിടെ നോർമൽ കോൺവെർസേഷൻ പോലെയല്ല സംസാരിച്ച് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആവുമായിരിക്കും കുറേയൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അല്ലേ. ഞാനും അങ്ങനെയൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ കാണാനായിട്ട് ഓട്ടം കഴിഞ്ഞതിന് ശേഷം ഇവിടെ കാണാനായിട്ട് ഒന്നുമില്ല. ദ സ്കൈ ഇസ് ഗ്രേ, ചുറ്റുപാടും ഇസ് ഗ്രേ, എവറിത്തിങ് ഇസ് ഗ്രേ. മരങ്ങളിലൊരു ഇല പോലും ഇല്ല, അത്രയും ശോകമാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള ആൾക്കാർ ഈ ക്രിസ്മസ് ആഡംബരമായി ആഘോഷിക്കുന്നത്. വീട്ടിൽ കളർ ലൈറ്റ്സ്, ഡെക്കോസ് എല്ലാം തീമുകളും അവിടെ കാണാം. ഇതിവിടെ ഒരു സീസൺ പോലെയാണ്. ഓരോ ഫെസ്റ്റിവൽസും ഓരോ സീസണാണ്. അപ്പം ഇവിടെ ആൾക്കാർ ഓരോരുത്തരുടെയും വീട്ടിൽ ഡെക്കോർ ഐറ്റംസ് അതുപോലെ തന്നെ കാണുകയും ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൾ തീം, ക്രിസ്മസ് തീം, സ്പ്രിംഗ് തീം എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ തീം എന്ന് പറയുമ്പോൾ കുടിക്കുന്ന കപ്പ് മുതൽ കോഫി മഗ് മുതൽ എല്ലാ സാധനങ്ങളും മാറും. ദേ ഗോ ക്രേസി ഓൺ ദീസ് തിങ്സ്. കോഫി മഗ്സ്, യൂസ് ചെയ്യുന്ന ഹാൻഡ് വാഷ് അടക്കം ക്രിസ്മസ് തീമുള്ളതായിരിക്കും. കുടിക്കുന്ന കോഫീസ്, ഇപ്പോൾ ടിം ഹോട്ടൻസ്, സ്റ്റാർബക്സ് പോലെയുള്ള കടകളിലൊക്കെ ആണെങ്കിൽ പെപ്പർമിൻറ്റിൻ്റെ കാലമാണ് ഇപ്പോൾ. ഇതിന് മുമ്പായിരുന്നെങ്കിൽ ഫാൾ സമയത്ത് പംകിൻ സ്പൈസ്. സോ എവറിത്തിങ്, കഴിക്കുന്ന സാധനങ്ങൾ ഉൾപ്പെടെ വീട്ടിനകത്തുള്ള ഡെക്കോസ് എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ അതൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സാണ് എല്ലാ സ്റ്റോഴ്സിനും, എല്ലാ മേഖലയിലും. ഒരു എവറിബഡി ഡസ് ദാറ്റ്. എത്ര ഡെക്കോസ് ഉണ്ടെങ്കിലും നമ്മൾ ഇപ്പോൾ ഓണത്തിന് എത്ര ഓണക്കോടി നമ്മളുടെ മുമ്പ് കസവ് മുണ്ടുണ്ടെങ്കിലും ഓണ സമയത്ത് നമ്മളൊരു കസവ് സാരി എടുക്കില്ലേ, അതുപോലെ ഇവിടെ ക്രിസ്മസിന് എന്തൊക്കെ ഡെക്കോസ് അവനവൻ്റെ കയ്യിലുണ്ടെങ്കിലും എല്ലാ ക്രിസ്മസിനും ഓരോരുത്തരും ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് ചേർക്കുമായിരിക്കും. അങ്ങനെയൊക്കെയാണ്. ഓക്കെ, ഈ കാണുന്നതാണ് ഡോളറാമ. കാനഡയിലെ പാവങ്ങളുടെ കടയാണ്. ഇവിടെ കിട്ടാത്ത സാധനങ്ങളായിട്ട് ഒന്നുമില്ല. കുഞ്ഞു സാധനങ്ങൾ മുതൽ വലിയ സാധനങ്ങൾ വരെ ഒട്ടുമിക്ക സാധനങ്ങൾ കിട്ടും. ഞങ്ങൾ വീട്ടിലേക്കുള്ള പല സാധനങ്ങളും വാങ്ങിച്ചതും ഈ സ്റ്റോറിൽ നിന്നാണ്. ഇവിടെ ചെന്നൈ ബട്ടൺ പിതുക്കുന്നതാണ് എൻ്റെ ഒരു എന്റർടൈൻമെന്റ്. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ? മൊത്തം ഡെക്കോസാണ്. എല്ലാം ended up being big, huge cherry trees, but they're pretty much dead. എനിക്ക് ഇങ്ങനത്തെ ബോക്സുകളും സാധനങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു വീരപ്പം എല്ലാം വാങ്ങിക്കണം. പക്ഷെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇത്തവണ ഷോപ്പ് ചെയ്യാം. ഇവിടെ ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്യണം. നല്ല ഗിഫ്റ്റ് സെറ്റ് ചെയ്ത്
പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നേരമൊന്നും കണ്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ക്യാറ്റ്സിനുള്ള ക്യാറ്റ്സ് ടോയ് വരെ ക്രിസ്മസ് തീമിൽ കിട്ടും. ഇതൊന്ന് വാങ്ങിക്കാം. വിചാരിക്കുന്നു ഇതൊന്ന് വാങ്ങിക്കാം. ഡോറിന് ഫ്രണ്ടിൽ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ചെറിയ സാധനം. ഇത് പോളാർ ബിയർ. ഈ 2 സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. ക്യൂട്ടായിട്ടില്ലേ? അങ്ങനല്ലേ ഇവിടെ തീം അനുസരിച്ച് ഈവൻ ഹാൻഡ് വാഷ് വരെ മാറുന്നു. അതാണ് ഹാൻഡ് വാഷ്, ഹാൻഡ് ക്രീം പോലുള്ള എവറിത്തിങ്. ക്രിസ്മസ് മീൻസ് മോർ ലൈറ്റ്സ്. സോ കുറച്ച് ലൈറ്റ്സ് നമുക്ക് വീട്ടിലേക്ക് സെറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ വീണ്ടും ഒന്ന് കട്ടൻ ലൈറ്റ്സ് വേണമെങ്കിൽ കുറച്ചുകൂടെ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് വീടിൻ്റെ ഫ്രണ്ടിൽ ഡെക്കറായി വെച്ചാലോ? ഇതിനെന്താ പറയാ? ഇതിനെന്താ പറയാ? ക്രിസ്മസ് അപ്പൂപ്പൻ സഞ്ചരിക്കുന്ന വാഹനം. ഇവിടെ നിന്ന് ഈ കാണുന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അത്ര വലിയ കുറേ സാധനങ്ങളൊന്നും കിട്ടിയില്ല നമുക്ക്. അതുപോലെ ക്രിസ്മസ് ട്രീ വെക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. ക്രിസ്മസ് ട്രീ ചിലപ്പോൾ വാങ്ങിക്കുന്നുണ്ടാവില്ല. അതല്ലാതെ കുറച്ചുകൂടെ ഡെക്കേഴ്സാണ് ഇപ്പോൾ വാങ്ങിച്ചില്ല. പിന്നെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. എന്താ ഫ്ലേവർ? ഷുഗർ സിട്രസ്, സ്മെൽ സിട്രസ്. ഇന്ന് അത്യാവശ്യം വെതർ കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ ചില സമയത്ത് തണുത്ത് കൈയൊക്കെ വേദനിക്കും. ഇതാണ് ഇറ്റ്സ് മച്ച് ബെറ്റർ. ചില സാങ്കേതിക കാരണങ്ങളാൽ എൻ്റെ ഇന്നലത്തെ ഷോപ്പിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നും വീണ്ടും കെട്ടി ഒരുങ്ങി ഇവിടെ വാൾമാർട്ടിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം. പിന്നെ ഷോപ്പിംഗ് ഒരു ഹരം ആയതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാലോ. ഇന്നലത്തെ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും മഞ്ഞ കുപ്പായി ഇട്ടിട്ടുണ്ട്. ആക്ച്വലി ഞാൻ നോക്കി വന്നത് ഇതുപോലൊരു ചെറിയൊരു ക്രിസ്മസ് ട്രീ വാങ്ങിക്കാനാണ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇതുപോലൊരു ചെറിയ സാധനം കണ്ടു. അപ്പം നമ്മളുടെ അപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ വലിയൊരു ക്രിസ്മസ് ട്രീ വെക്കാനുള്ള സ്പേസും ഇല്ല. അപ്പം ഞാൻ ഇങ്ങനൊരു കുഞ്ഞു സാധനം നോക്കിയാണ് വന്നത്. ആൻഡ് ഞാൻ ഇതെടുക്കുക. ഇതിലേക്ക് കുറച്ചിനി ഡെക്കോസും കൂടെ വാങ്ങിക്കാം. ഇവിടെ കാണുന്നതൊക്കെ ക്രിസ്മസ് ട്രീ ഡെക്കോർ ചെയ്യാനുള്ള സാധനങ്ങളാണ്. നോക്കിയേ, ഞാൻ വിചാരിച്ചു ഇതിന് പറ്റിയൊരു ഡെക്കർ ഇതൊരു സംഭവിക്കും. ഞാൻ ഇതെടുക്കും എന്തായാലും. ഐ എം കൺഫ്യൂസ്ഡ്. ഇതെടുത്താലോ എന്നാ? There's a lot of collections. I'm so confused. ഞാൻ ഇത് 2 പിക്ക് ചെയ്യാം എൻ്റെ ക്രിസ്മസ് ട്രീ ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ പൊക്കത്തിൽ ഒരു ക്രിസ്മസ് അപ്പൂ. ഒരു സാധനം എടുക്കാൻ വന്നിട്ടുണ്ട്. We end up buying so many things. See, it's 5 o'clock in the evening. പക്ഷെ ഇപ്പം തന്നെ ഡാർക്കായി. ഇനി ഇവിടെ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. കൂടുതൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ ഇവിടെ ഇല്ല. ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ ഇനി ഒരു 5-6 മാസത്തേക്ക് ഇങ്ങനെ ആയിരിക്കും. രാവിലെ വെളുക്കുന്നത് ഒരു 8 മണി 8:30 അടുപ്പിച്ച് ഇരുട്ടാവുന്ന 4:30 ആകുമ്പോഴത്തേക്ക് ഇരുട്ടാവും. സാഡ് ലൈഫ്. വി ഹാവ് ടു ഫൈൻഡ് സംതിങ് ടു കീപ്പ് us ഹാപ്പി. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്നെ ഹാപ്പി ആക്കുന്നത്. സോ ഹായ്, ഇറ്റ്സ് ഡേ 3. വീണ്ടും ഞാൻ ക്രിസ്മസ് ഷോപ്പിങ്ങുമായിട്ട് 3-ാമത്തെ ദിവസം വന്നിരിക്കുകയാണ്. ഇന്ന് കണ്ടിന്യൂഷൻ കിട്ടാൻ മഞ്ഞ ഡ്രസ്സൊന്നും ഇല്ല. എൻ്റെ ഒരു ഫ്രണ്ട് അവരുടെ വീട്ടിലേക്ക് ഒരു ക്രിസ്മസ് ട്രീ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് സോ ക്യൂട്ട്. അങ്ങനെ ഒരു സാധനം തപ്പിയാണ് ഞാൻ പോയത്. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള പിക്ചർ കണ്ടിട്ട് ഐ എക്സാക്ട്ലി തോട്ട് ഇറ്റ്സ് ദ സെയിം. പക്ഷെ ഇതല്ല.
അപ്പോൾ ഇന്ന് ഞാനത് റിട്ടേൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എനിക്കൊരു പണിയില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ പുറകിൽ ഞാനിങ്ങനെ നടക്കും. എന്തായാലും കസ്റ്റമർ സർവീസിൽ കയറി ഒന്ന് ചോദിച്ച് നോക്കിയിട്ട് ഇറ്റ്സ് സോ സിമ്പിൾ ആസ് ദാറ്റ്. ഞാനവിടെ കൊടുത്തു, അവർ ജസ്റ്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തു നോക്കി, അവർ തന്നെ അത് റിട്ടേൺ ചെയ്തു, പൈസ തിരികെ തന്നു. ഒരു ഇങ്ങനെ ഒരു ഫണ്ണി കോൺവെർസേഷൻ ആയിരുന്നു. അത് തുറന്നു നോക്കിയിട്ട് ഇറ്റ്സ് സോ ബ്ലാക്ക്, ഇറ്റ്സ് എ ബ്ലാക്ക് ക്രിസ്മസ് ട്രീ. യെസ്, ഒരു ഡാർക്ക് ഷെയ്ഡായിരുന്നു ഞാൻ വാങ്ങിച്ചത്. സോ അത് കൊടുത്തു. എന്തായാലും ഇനി ഞാൻ പോയിട്ട് ഞാൻ ഉദ്ദേശിച്ച സാധനം ഈ സെക്ഷനിലുണ്ടോ നോക്കട്ടെ, അല്ലെങ്കിൽ വേറെ സ്റ്റോറിൽ പോയി തപ്പി നോക്കണം. ഞാൻ ആക്ച്വലി നോക്കുന്ന സാധനം ഇതിൻ്റെ കുറച്ചുകൂടെ വലിപ്പമുള്ളൊരു സൈസാണ്, പക്ഷേ ഇത് വളരെ ചെറുതായിപ്പോയി. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഉദ്ദേശിച്ച സാധനം എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ല. ഇവിടെ നിന്ന് ചുമ്മാ സമയം കളാതെ അടുത്ത സ്റ്റോർ പോയി നോക്കാം. ക്രിസ്മസ് ഡെക്കോസ് നോക്കിയേ. ഓ മൈ ഗോഡ്, ദിസ് ആർ റിയലി ബ്യൂട്ടിഫുൾ. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. റിയൽ പ്ലാന്റ്സാ, അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ നല്ല റേറ്റും ഉണ്ട്. എല്ലാത്തിനും അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. $400 ആൾക്കാർ ക്രിസ്മസ് ട്രീ വാങ്ങിച്ചായിരിക്കും. അടിപൊളി. ഇവിടെ കാണാനില്ല, ബട്ട് ലെറ്റ് മീ സീ. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഉദ്ദേശിച്ച സാധനം ഇവിടുന്ന് എനിക്ക് കിട്ടിയില്ല. ഇതെൻ്റെ 3ാമത്തെ ദിവസം, 3ാമത്തെ കട. Okay, I found the one I was looking for. ഇതാണ് സാധനം. കുറച്ച് കളർഫുള്ളാണ്. ഇതിൻ്റെ താഴെ ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇത് കുറച്ച് ലൈറ്റൊക്കെ വെച്ചിട്ട് ഡെക്കോർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഓക്കെ, എന്തായാലും ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വീട്ടിലൊക്കെ ചെന്ന് ഇത് ഡെക്കോർ ചെയ്യാം. ഇതിനുള്ള ലൈറ്റ്സും ഡെക്കോർ ഐറ്റംസൊക്കെ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിന് സെറ്റ് ആവുമോ എന്നറിയില്ല. നന്നായിട്ടുണ്ടോ? അതിനേക്കാളും നന്നായിട്ടില്ലേ? കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. കഴിഞ്ഞ ദിവസം വാങ്ങിച്ചത് ഇത്ര അധികം പൊക്കം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ വാങ്ങിച്ചത് വളരെ ഷോർട്ടാണ്. ഇതൊരു ടേബിൾ ഡെക്കോർ പോലുള്ളൊരു സാധനമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്രിസ്മസ് ട്രീ അല്ല, പക്ഷെ ഞാൻ ഒരാളുടെ വീട്ടിൽ ഇത് കണ്ടു. അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇങ്ങനെ 3-4 കടകൾ കയറി ഇറങ്ങി ഞാൻ പോയി സാധനങ്ങൾ തപ്പി വാങ്ങിച്ചത്. Day 3 ഈവനിങ്. നമ്മുടെ ക്രിസ്മസ് ഷോപ്പിംഗ് വീണ്ടും കംപ്ലീറ്റ് ആവുന്നില്ല. നമ്മളുടെ വീട്ടിലിരിക്കുന്ന ചെറിയ ട്രീക്ക് പറ്റുന്ന ഒരു ലൈറ്റ് വീണ്ടും ഞാൻ ഇവിടെ പ്രോഗ്രാമിൽ വന്ന് വാങ്ങിച്ചതാണ്.